പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം തിർമിദിയും മറ്റും ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ പ്രവാചക വചനം പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്: അത്താക്കും ഷഹ്റു റമളാൻ. ഇതാ നിങ്ങൾക്ക് റമളാൻ വരുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു മാസമാണ് അത്. അതുകൊണ്ട് ഫറദല്ലാഹു അലൈക്കും സിയാമഹു, നോമ്പ് അല്ലാഹു ആ മാസത്തിലാണ് നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കിയത്. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ആ റമളാനിലാണ് സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു വെക്കുക. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, ആ റമളാനിലാണ് നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു അടച്ചു വെക്കുക. വതുഗല്ലു ഫീഹി മറദത്തു ശയാത്തീൻ, റമളാനിൽ ഏറ്റവും അപകടകാരികളായ പിശാചുക്കളെ അല്ലാഹു നിയന്ത്രിക്കും. വഫീഹി ലൈലത്തുൻ ഹിയ ഖൈറുൻ മിൻ അൽഫി ശഹർ, ആ റമളാനിലാണ് ഒരു രാത്രി ഉള്ളത്, ആ രാത്രി 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠകരമാണ്. ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് റമളാൻ മാസം വരുന്നതിന് മുമ്പ് അല്ലാഹുവും ആകാശഭൂമികളും റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാണ്. അപ്പൊ റമളാൻ ആയതുകൊണ്ട് ഒരു ഒരുക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തും ഭൂമിയിലും ഒക്കെ ഒരു ഒരുക്കം നടത്തുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അവസാനം പറഞ്ഞതാണ് മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിമ, റമളാനിലെ ഒരു നന്മ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവനക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് എന്ന് പറഞ്ഞാൽ, റമളാൻ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടതുപോലെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത് റമളാനാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ റമളാനിന് വേണ്ടിയുള്ള എല്ലാ ഭൗതികമായ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. അത് തന്നെ അങ്ങനെ വേണം. പള്ളികള്, വീടുകള് ഒക്കെ നമ്മൾ ഒരുങ്ങുന്നതുണ്ട്. അപ്പൊ എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളവരൊക്കെ ആദ്യം തന്നെ ഷുഗറും പ്രഷറൊക്കെ നോക്കി, ഇതൊക്കെ റമളാനെ സ്വീകരിക്കാൻ വേണം. പക്ഷെ ഏറ്റവും വലിയ ഒരുക്കൻ നമ്മൾ മാനസികമായി ഒരുങ്ങണം എന്ന് പറഞ്ഞാൽ, ഈ മാസത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടേണ്ടതുണ്ടെന്നർത്ഥം. മനസ്സുകൊണ്ടാണ് റമളാനെ സ്വീകരിക്കേണ്ടത്. ഭൗതികമായ ഒരുക്കങ്ങൾ നടന്നില്ലെങ്കിലും റമളാനെ ബാധിക്കില്ല. പക്ഷെ മനസ്സ് ഒരുങ്ങിയില്ലെങ്കിൽ, മനസ്സ് പാകപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഉപകാരവും കഴിയില്ല എന്ന് മാത്രമല്ല, റമളാൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സുകൾ പാകപ്പെടുത്തിയെടുത്ത് ഒരു അതിഥി വരുമ്പോൾ അതിഥി വന്നതിന് ശേഷം അല്ലല്ലോ നമ്മൾ വീട്ടിൽ ഒരുങ്ങാറുള്ളത്. അതിഥി വരുന്നതിന് മുമ്പ് അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ എല്ലാ ഒരുക്കങ്ങളും നടത്തും. അതുകൊണ്ട് റമളാനിൽ നന്നാകാൻ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്, റമളാനിനെ സ്വീകരിക്കാൻ ആദ്യം നന്നാകണം. നമ്മുടെ മനസ്സുകൾ പാകപ്പെടണം, മാനസികമായ ഒരുക്കങ്ങൾ വേണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.